ചോറൊക്കെ കഴിച്ച് ടി വിയെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒന്ന് ഓംലേറ്റ് അടിച്ച് കഴിച്ചാലോന്ന്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയം ഒരുപോലെ തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അടുക്കളയിലോട്ട് വന്നേ. നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ചോപ്പറിലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും ടൊമാറ്റോയൊക്കെ അരിഞ്ഞ് ഇടണം കേട്ടോ. അപ്പോൾ അത് ഈ കുനുകുന അരിഞ്ഞ് കിട്ടിയാലല്ലേ കൊള്ളാവൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് എങ്ങനെ അരിയുന്നത്. ഞാൻ കുനുകുന അരിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരം വെളുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വരെയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ നാടൻ മുട്ട എടുത്ത്, ചേട്ടനാണെങ്കിൽ താറാമുട്ടയും കൊടുത്തേട്ടാ. അപ്പം ഞാനിങ്ങനെ ബ്ലാ 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 സംസാരിക്കുന്നത് ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ. ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ചേട്ടന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഞാനിങ്ങനെ ചേട്ടനോടൊക്കെ സംസാരിച്ച് ഓരോന്ന് ഇന്ന് നമ്മൾ ഓംലെറ്റ് അടിപൊളിയായിട്ട് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിന്ന് ഇത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോപ്പറിലൊക്കെ എടുത്തിട്ട് അടിച്ച് അടിപൊളിയായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങളിത് ദോശക്കല്ലൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ. അതിനകത്ത് ഒരു മുട്ടയെ ഞാൻ ഇട്ടുള്ളൂ. ഞാൻ നാടൻ മുട്ട എടുത്ത് ഒരു മുട്ട എടുത്തുള്ളൂ. എനിക്ക് ഒരു മുട്ട മതി കേട്ടോ. ചേട്ടന് ഡബിൾ ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് പിന്നെ കുരുമുളക് പൊടി മാത്രം മതി, എനിക്ക് വേറെ ഒരു പൊടിയും വേണ്ട. അപ്പോൾ ഇത് പൊടിയിട്ട് ഞാൻ തന്നെ ഒഴിച്ച് ഉണ്ടാക്കണേ. അപ്പോൾ എനിക്ക് വൺ സൈഡ് മതിയേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഡബിൾ സൈഡ് കഴിക്കാൻ തോന്നിയില്ല. എനിക്കപ്പോൾ വൺ സൈഡ് കഴിക്കാനാണ് തോന്നിയത്. അങ്ങനെ ഞാൻ നോക്കി എടുത്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ആ ചേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. അയ്യോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്നൊക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇനി നീ എനിക്കുണ്ടാക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കാം, ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ചേട്ടനാണ്. ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ചേട്ടനാണ് ബാക്കിയെല്ലാം. ചേട്ടന് പിന്നെ ഈ കുരുമുളക് പൊടി വേണം, മുളക് പൊടി വേണം, എല്ലാ പൊടിയും വേണം ചേട്ടന്. പറ്റുമെങ്കിൽ മസാലപ്പൊടിയും കൂടി ഇടും വേണം. അങ്ങനത്തെ ചേട്ടന് ഇങ്ങനത്തെ ഉള്ള സ്പൈസി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഇതൊക്കെ വാരിയിട്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ്, നീ ഇനി എൻ്റെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ വരണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. അങ്ങനത്തെ ചേട്ടൻ നോക്കി എന്നെ എടുക്കാൻ നോക്കണം. അതും പോയി. അതും ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ചിരിയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചിരിയായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു. കാരണം നമ്മൾ നല്ലോണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് വന്ന ആളാണ് കേട്ടോ. അവസാനം പിന്നെ ഇങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരും എന്തോ എന്ന് വെച്ചിട്ട്. അതാണെങ്കിൽ പതുക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തീയൊക്കെ കൂട്ടിക്കൊടുത്തു. പക്ഷെ ആ ഭാഗം കരിഞ്ഞും പോയായിരുന്നു. അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ പോലത് കിട്ടി. പിന്നെ നമുക്ക് എന്ത് ഷേപ്പിലിരുന്നത് നമ്മളല്ലേ കഴിക്കണത്. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതും പറഞ്ഞ് ചിരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഓംലെറ്റ്.